നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായതിനൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ സ്റ്റാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അത് ആരാണെന്നൊന്ന് ഗസ് ചെയ്തേ. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അതെ. ഇന്ത്യൻ? മലയാളി? അല്ല സർ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇത് കുറേ സമയം എടുക്കും, ഞാൻ തന്നെ പറയാം. അതായത് കന്നഡ സിനിമ ഒരു കാർഡാണെങ്കിൽ ആ കാർഡിൽ ഒറ്റയാനാണ്. അല്ല, ഐ മീൻ സോറി, അതായത് ആ കാർഡിലെ ആനയാണ് നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ആ കാർഡിലെ പുലി ആരാണെന്ന് അറിയാൻ എനിക്ക് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാർഡല്ലേ, തപ്പിയെടുക്കാൻ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ഒടുവിൽ ഞാൻ അതിലേക്ക് എത്തി. ആധുനിക മനഃശാസ്ത്രം കഴപ്പെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയാലും കർണാടകയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു ചെല്ല പേര് കൊടുത്തിട്ടുണ്ട്. വേണ്ടാത്ത പണിയാണ്. മഹാഭാവം കിട്ടൂടാ. മനുഷ്യ സഹജമായ കാമനിമിഷങ്ങളെ ഒപ്പിയെടുത്ത് അത് പല്ല് പൊളിക്കുന്ന രീതിയിൽ വലിയ സ്ക്രീനിൽ പെരുപ്പിച്ച് കാണിക്കാൻ മിടുക്കനാണ് നമ്മുടെ ക്രൈസി സ്റ്റാർ. ലാലേട്ടനും ജീതു ജോസഫും കൂടെ ദൃശ്യം 3 എടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ പൊക്കിക്കൊണ്ടുപോയി തന്തൂരി അടിക്കാൻ കാത്തു നിൽക്കുന്നവരൊരാളാണ് നമ്മുടെ അണ്ണനും. പക്ഷേ ബാക്കിയുള്ളവരെ പോലെ ഒന്നും അല്ല. എന്തൊരു തീ പെർഫോമൻസ് ആയിരുന്നു പടത്തിൽ. പക്ഷേ ഇതിനൊന്നിനും അല്ല മാമൻ ഫേമസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിമികടിയാണെന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഒരു ചെല്ലപ്പേര് ഇട്ട് കൊടുത്തതാണ് നാട്ടുകാർ. വയസ്സനായ ഇങ്ങേർക്ക് 19, 20 വയസ്സുള്ള പെണ്ണുങ്ങളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? അല്ല, അത് ശരിയാ. ഇങ്ങേറെ പ്രായം എത്രയായാലും നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതായത് ജോജു ജോർജ് എന്ന് പറയുന്ന നടൻ ഇന്ന് കാണുന്ന സ്റ്റാറിലേക്കുള്ള വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനമൊക്കെ ഉണ്ടെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത് ജോസഫ് എന്ന് പറഞ്ഞ പടമാണ്. ഒരു സ്ലീപ്പർ ഹിറ്റ് പടം. ഒരു പക്ഷേ അദ്ദേഹം ഈ ജനങ്ങളോട് ചെയ്ത ഒരേ ഒരു ചതി അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് വിറ്റതാണ്. തമിഴിന് അത് എടുത്തുകൊണ്ട് പോയി കാണിച്ച പേക്കൂത്ത് നമ്മൾ മറന്നാലും, തെലുങ്കിന് അത് എടുത്തുകൊണ്ട് പോയി കാണിച്ച ഡപ്പാങ്കൂത്ത് നമ്മൾ പുറത്താലും, ക്രൈസി സ്റ്റാർ അത് എടുത്തുകൊണ്ട് പോയി കാണിച്ചത് ഞാൻ പൊറുക്കില്ല, ക്ഷമിക്കില്ല, മറക്കില്ല. കാരണം ജോസഫ് റീമേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി രതി നിർവേദൻ റീമേക്കാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ പേര് രവി ബൊപ്പണ്ണ കർമ്മ ഈസ് ക്രൈസി. ഇങ്ങനെ ഇത് എന്ത് കൂട്ടിയിട്ട് അടിച്ചപ്പോൾ ഉണ്ടായ ഐഡിയ ആണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. അതായത് ഈ സിനിമയിൽ രവി ബൊപ്പണ്ണ എന്ന് പറഞ്ഞ ക്രൈസി സ്റ്റാറിൻ്റെ കഥ കർമ്മ എന്ന് പറയുന്ന ക്രൈസി സ്റ്റാറിൻ്റെ കഥാപാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ കർമ്മ ഇസ് എ ബൂമറങ്. ആ കർമ്മ ആദ്യത്തെ 10 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ അത് ശീലമായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. ഇത് ആക്ച്വലി ഞാനിത് പറയുന്നതിനെക്കാട്ടി നിങ്ങൾ ഇതിനകത്ത് ഒരു പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യം പിടികിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ താജ്മഹലിന് കുമ്മായ അടിച്ച കാലത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ AK ആൻ്റണി ജനിക്കുന്നതിന് മുമ്പുള്ള എഡിറ്റിംഗ് ടെക്നിക്കൊക്കെ ഞാൻ ചെയ്തതാണ്. അല്ല, ഇതെല്ലാം നമ്മളെ ക്രൈസി സ്റ്റാർ ചെയ്തതാണ്. അതായത് റിട്ടൺ, ഡയറക്റ്റഡ്, പ്രൊഡ്യൂസ്ഡ്, എഡിറ്റഡ് ആൻഡ് മ്യൂസിക് ബൈ ഞമ്മൻ്റെ സ്വന്തം ക്രൈസി സ്റ്റാർ. പതിയെ മാറിക്കോളും. വന്നപ്പോൾ ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാ പറഞ്ഞു. പടത്തിലുടനീളം ഞാനാണ് കർമ്മ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് മറ്റേ ലങ്കാസുരൻ, രാവണൻ, DTS ചവിട്ട് നാടകത്തിലെ പോലെ ഇങ്ങനെ കിണിച്ചുകൊണ്ടേയിരിക്കുക. കിണി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കിണിയൊന്നുമല്ല, അട്ടഹാസം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. അപ്പോൾ ഈ അട്ടഹാസം ചെയ്യുന്ന ഈ ക്രൈസി സ്റ്റാറിനെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് സഹിച്ച് വരുമ്പോഴത്തേക്കാണ് ദാണ്ട വരുന്ന അടുത്ത ക്രൈസി സ്റ്റാർ. Silence is never silent. Being alone doesn't mean we are lonely. We are never alone. Silence is never silent. Being alone doesn't mean we are lonely. അങ്ങനെ കർമ്മ ഒടുവിൽ ക്രൈസി സ്റ്റാറിന്റെ കഥ പറയാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഉറയും കിടക്കുന്ന ക്രൈസി സ്റ്റാർ. തെക്കൻ കാറ്റ് വീശിപ്പറന്ന കർട്ടൻ തട്ടി താഴെ വീണ് പൊട്ടിയ കാലി കുപ്പികളുടെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുന്നു. എന്നാലും ക്രൈസി സ്റ്റാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ക്രൈസി സ്റ്റാർ ആദ്യം വെള്ളം കുടിക്കുന്നു, പിന്നെ വെള്ളം അടിക്കുന്നു, പിന്നെ ചായ കുടിക്കുന്നു. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഇതല്ലാതെ ക്രൈസി സ്റ്റാറിന് വേറൊരു ഹോബിയും കൊണ്ടുണ്ട്. അണ്ണൻ തന്നെ കുപ്പി എറിഞ്ഞ് പൊടിച്ചിട്ട് അണ്ണൻ തന്നെ അത് തൂത്തുവരും. പൊട്ടിയ കുപ്പി തൂത്തുവരാൻ എനിക്കൊരു തെണ്ടിയുടെ ആവശ്യമില്ലടാ. അപ്പോൾ ജോസഫ് കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ, അതിനകത്ത് റിട്ടയർഡ് ആയിട്ടുള്ള ജോസഫിനെ ഒരു ഇരട്ട കൊലപാതകം നടക്കുമ്പോഴത്തേക്കും സ്പോട്ടിലേക്ക് വിളിച്ചു വരുന്നതാണ് ആ പടത്തിൻ്റെ തുടക്കം. അപ്പോൾ ജോസഫിൻ്റെ റീമേക്ക് ആണല്ലോ. ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. കൊലപാതകം നടക്കുന്നു, ക്രൈസി സ്റ്റാറിൻ്റെ സംഭവ സ്ഥലത്തേക്ക് വിളിക്കുന്നു. ക്രൈസി സ്റ്റാർ ഏതാണ്ട് അങ്ങനെ കല്യാണത്തിന് ഒരുങ്ങി പോകുന്ന പോലെ മീശയും പിരിച്ച് ഷൂലേസും കെട്ടിയ ഒരു പോക്ക്. അപ്പോൾ ഇതിനിടയ്ക്ക് കർമ്മമാവൻ പറയും റിട്ടയർമെൻറ്റിലായിരുന്ന ക്രൈസി സ്റ്റാറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ആ റിക്വയർമെൻറ്റിൻ്റെ ഒക്കെ സ്പെല്ലിങ് കണ്ടോ? ഇതാ പറയുന്നത്, പഠിക്കാൻ വിടുമ്പോൾ പഠിക്കണം, അല്ല ചുമ്മാ മാവിനും കല്ലറിഞ്ഞ് കാളുകളിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇതാ അവസ്ഥ.
അപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന ക്രൈസി സ്റ്റാറിന് ഒരുമാതിരി ലൂസിഫറിൽ ലാലേട്ടനൊക്കെ കൊടുത്ത പോലെ ബാരിക്കേഡൊക്കെ തുറന്നൊരു ഇൻട്രോ. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ക്രൈസി സ്റ്റാറിന് കേസ് കളിക്കാൻ വെറും 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ചോദിക്കും, ഞങ്ങൾ ദിവസം മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത സാധനം ഇയാൾ എങ്ങനെ 20 മിനിറ്റിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു? അപ്പോൾ ക്രൈസി സ്റ്റാറിൻ്റെ കൂടെ വന്നൊരു ചിങ്കടിയുണ്ട്. അയാൾ പറയും, കഴുത 10 തവണ ചെയ്യുന്ന കാര്യം ആനയ്ക്ക് ഒറ്റ തവണ ചെയ്താൽ മതിയെന്ന്. പഞ്ച്. ഇത് കഴിഞ്ഞിട്ട് ക്രൈസി സ്റ്റാർ നേരെ വീടിൻ്റെ പുറയിലോട്ട് പോയി അന്വേഷണം നടത്തുമ്പോഴത്തേക്ക് ആ പോലീസുകാരൻ തന്നെ വീണ്ടും വന്നിട്ടൊരു കാര്യം ചോദിക്കും, മുന്നിൽ നടന്ന സംഭവത്തിന് ഇയാൾ എന്തിനാണ് പിന്നിൽ അന്വേഷിക്കുന്നതെന്ന്. ഉടനെ മറ്റേ നമ്മുടെ ക്രൈസി സ്റ്റാറിൻ്റെ ചെങ്കടി വീണ്ടും വന്നിട്ട് പറയും, പൈൽസിന് മരുന്ന് കൊടുക്കുന്ന ഫ്രണ്ടിലാണെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തുന്ന പുറകിലാണെന്ന്. എന്നിട്ട് പിന്നെ എങ്ങനെ അപ്പോൾ ജോസഫ് കണ്ടുള്ളവർക്ക് അറിയാലോ, ആ സിനിമയിൽ ജോസഫ് സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അവിടെ നിന്ന് കൊലപാതകയും കൂടെ പൊക്കും. അപ്പോൾ ആ കൊലപാതകയെ പൊക്കുന്നതിന് മുമ്പ് അവനോട് തന്നെ പോയി ഒരു പെപ്സി മേടിച്ചുകൊണ്ട് വരാൻ പറയുന്ന സീനൊക്കെ ഉണ്ട് ആ പടത്തിൽ. ആ പടത്തിൽ ആ പെപ്സിക്ക് വലിയ റോളൊന്നുമില്ല. പക്ഷേ ക്രൈസി സ്റ്റാർ ആ പെപ്സി വെച്ച് ഒരു ക്രൈസി പരിപാടി കാണിക്കും. അതായത് അയാളെ പിടിച്ചു എന്ന് ഉറപ്പാകുമ്പോഴത്തേക്കും പ്രതി തോക്കെടുത്ത് എല്ലാവരും ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്കും ക്രൈസി സ്റ്റാർ പെപ്സി തെറിപ്പിച്ച് പിടിപ്പിക്കും. തുറക്കുമ്പോൾ പതയാത്ത പെപ്സി പതപ്പിച്ച് തെറിപ്പിക്കാൻ ക്രൈസി സ്റ്റാറിന് പ്രത്യേക കഴിവാണ്. അതാണെങ്കിൽ നമ്മുടെ മറ്റേ ചലഞ്ചിങ് സ്റ്റാറിൻ്റെ അക്ഷയപാത്രം കുൽഫി പോലത്തെ ഒരു അക്ഷയപാത്രം പെപ്സി പതപ്പിച്ച് തെറിപ്പിച്ചിട്ടും ക്രൈസി സ്റ്റാർ അത് വീണ്ടും ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഉടനെ ക്രൈസി സ്റ്റാറിന് തന്നെ കൊടുക്കുന്ന ഇൻട്രോ സോങ്, മാസിനും ബോസ്, ക്ലാസിനും ബോസ്, മാസിനും ക്ലാസിനും ഇവൻ തന്നെ ബോസ്. ഇതുപോലെ ഈ പാട്ട് മുഴുവനാണ് അടിയോടടിയാണ്. ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക, ഗ്ലാസ് എറിഞ്ഞ് ഗ്ലാസ് പൊട്ടിക്കുക, ബോൾ എറിഞ്ഞ് പൊട്ടിക്കുക, ഗിറ്റാർ തട്ടി പൊട്ടിക്കുക, ഗിറ്റാർ വെച്ച് അടിച്ച് പൊട്ടിക്കുക, ഗിറ്റാർ കറക്കി വിട്ട് പൊട്ടിക്കുക, ഗ്ലാസ് കൊണ്ട് അക്കുത്തിക്ക് താന കളിച്ചിട്ട് പൊട്ടിക്കുക, കാല് കൊണ്ട് തള്ളിയിട്ട് പൊട്ടിക്കുക, കണ്ണാടി കൊണ്ട് അടിച്ച് പൊട്ടിക്കുക, ഗ്ലോബ് കൊണ്ട് ഗോൾ അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഇതൊക്കെ തന്നെ റിപ്പീറ്റ്. ക്രൈസി സ്റ്റാർ ഒരെണ്ണം പൊട്ടിയില്ല, നോക്ക്. അല്ലാതെ ഇപ്പം അത് മാത്രമായിട്ട് എൻ്റെ ബാക്കി കേൾക്കണേ. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് കേസ് തോൽവിൻ്റെ സന്തോഷത്തിൽ ക്രൈസി സ്റ്റാർ വീണ്ടും കുടിക്കുന്നു. കുടിച്ച് കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിരം നടക്കാറ്? കുഴപ്പമില്ല, പുള്ളി തന്നെ നാളെ വാരി എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ജോസഫിൻ്റെ റീമേക്ക് ആണല്ലോ ഇത്. അപ്പോൾ ആ സിനിമയായിട്ട് എന്തെങ്കിലും സാമ്യം വേണമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ക്രൈസി സ്റ്റാറിൻ്റെ ഭാര്യയ്ക്ക് ആക്സിഡൻറ്റ് വരുന്ന കാണിക്കും. ആക്സിഡൻ്റായിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാര്യയെ കാണാനായിട്ട് ക്രൈസി സ്റ്റാർ ചെല്ലും. തലയ്ക്ക് പരിക്കേറ്റ് ബോധമില്ലാതെ നടക്കുന്ന ഭാര്യയെ കാണുമ്പോഴാണ് അവരുമായിട്ട് ഇയാൾ ചെലവിട്ട കാമ നിമിഷങ്ങൾ ഇയാൾക്ക് ഓർമ്മ വരുന്നത്. അത് കുറച്ചധികമുണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അധികമുണ്ട്. പൊന്മകൾ വന്താൾ കൺമണ കനിവോട് ആളാക്കി ஒருத்தனுக்கு எந்திரிச்சு நிக்கவே ஒக்கில்லையா, அவனுக்கு 9 பொண்டாட்டி கேக்குதா. അങ്ങനെ പാട്ടൊക്കെ കഴിയുമ്പോൾ ക്രൈസി സ്റ്റാർ അവർ തമ്മിൽ കണ്ടുമുട്ടാനുണ്ടായ കഥ പറയും. ക്രൈസി സ്റ്റാർ ആൾ പോലീസായിരുന്നെങ്കിലും എല്ലാത്തിലും കുറച്ച് ക്രൈസി ആണല്ലോ. അപ്പോൾ എല്ലാ പോലീസുകാർക്കും അരയെ കെട്ടാനായിട്ട് കൊടുത്തിരിക്കുന്ന ബെൽറ്റ് ക്രൈസി സ്റ്റാറിന് പരമശിവന്റെ പാമ്പിനെ പോലെ കഴുത്തി തൂക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടൊരു സൗകര്യമുണ്ട്, ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെക്കാമല്ലോ. അപ്പോൾ ക്രൈസി സ്റ്റാർ നമ്മുടെ നായികയെ കിഡ്നാപ്പ് ചെയ്തവരെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെക്കും. ആ വെടിവെച്ചുകൾ ഒരുപക്ഷെ ചുടുചോര നെറ്റിയിലേക്ക് തിലകച്ചാർത്ത് പോലെ തെറിച്ച് വീണത് മൂലമുണ്ടായ ഒരു കാമനിബന്ധമായ അനുരാഗത്തിന്റെ കവാടങ്ങൾ തുറന്ന ശബ്ദമായിരിക്കാം. അപ്പോൾ ചേച്ചിക്ക് പ്രണയമായല്ലോ, അത് നമ്മൾ എങ്ങനെ കാണിക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ പ്രസന്റിലേക്ക് വന്നല്ലോ. അപ്പോൾ ഭാര്യ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ട ക്രൈസി സ്റ്റാർ ഉണ്ടല്ലോ. അപ്പോൾ ആ വിഷമം നമ്മൾ എങ്ങനെ കാണിക്കും? ചുമ്മാ അല്ല കേട്ടോ ഇങ്ങനെ വീട്ടിലോട്ട് ആരും വരാത്ത. എവിടെ വെച്ചാൽ എപ്പോഴാ കാലി കുപ്പിച്ചിൽ കുത്തി കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ക്രൈസി സ്റ്റാർ ഒരു വലിയ ശിവഭക്തനാണ്. അപ്പോൾ ശിവന്റെ ഒരു ശൂലം കുത്തിയിരിക്കുന്നിടത്ത് വന്നിരുന്നാണ് ഇങ്ങനെ ധ്യാനിക്കാറ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു വീഡിയും വലിച്ചിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഡെയിലി വന്നൊരു കൂട്ടമണി അടിച്ച് നോക്കും. പക്ഷേ ധ്യാനത്തിലിരിക്കുന്ന ക്രൈസി സ്റ്റാർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇനി കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു കൂട്ടം മണി പറിച്ചെടുത്തുകൊണ്ട് ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലിട്ടാട്ടും. എവിടെ ധ്യാനത്തിലിരിക്കുന്ന ക്രൈസി സ്റ്റാർ ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷേ ഒരു ദിവസം സ്റ്റാർ ആ മണി കയറി പിടിക്കും. എന്നിട്ട് വീണ്ടും പ്രസന്റ് ചുമ്മാ തുപ്പലിറങ്ങുന്ന പോലെ ഇങ്ങനെ കുപ്പി പൊട്ടിക്കാൻ മാത്രം എന്ത് തേമ്പിയ ഫ്ലാഷ് ബാക്കാണ് നിനക്കുള്ളതെന്ന് നൻപന്മാർ ചോദിക്കുമ്പോഴാണ് ക്രൈസി സ്റ്റാർ അങ്ങേരുടെ രണ്ടാമത്തെ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, പരമശിവന്റെ വലിയ ഭക്തനായതുകൊണ്ട് ശിവന് 2 പ്രണയമുണ്ട്, അതുകൊണ്ട് എനിക്കും 2 പ്രണയം ആവാന്നുള്ള പക്ഷക്കാരനാണ് ക്രൈസി സ്റ്റാർ. രണ്ടാമത്തെ പ്രണയത്തിനെ പറ്റി പറയുമ്പോൾ ക്രൈസി സ്റ്റാറിന് 100 നാവാണ്. അതായത് ബ്രാൻഡി, റമ്മ്, വിസ്കി, വൈന്, ടെക്കീല, ഷെക്കീല ഇതെല്ലാം കൂടെ ചേർത്തതാണ് അത്ര രാധിക. ഇവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ലഹരി ഇറങ്ങില്ല എന്ന്. എന്നിട്ട് ക്രൈസി വോഡ്കയെ കാണാനുണ്ടായ സാഹചര്യം പറയും. അതായത് ക്രൈസി പോലീസ് ആയിരുന്ന സമയത്ത് ഒരു ക്രിമിനൽ ക്രൈസിയുടെ തലയ്ക്ക് തോക്ക് വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറയും. പക്ഷേ ഓൺ റോഡിൽ കൂടെ പോകുന്ന നമ്മുടെ വോഡ്കയെ കണ്ടപ്പോൾ ക്രൈസിയുടെ ഇൻട്രസ്റ്റ് പോകും. ക്രൈസി പിന്നെ ചേച്ചിയുടെ ഈണത്തിനനുസരിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങും. ബാക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഫ്രണ്ട് കാണാനായിട്ട് ക്രൈസി സ്റ്റാർ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തിട്ട് റിവേഴ്സിൽ ഓടിച്ചിട്ട് അങ്ങോട്ട് ബ്രേക്ക് പിടിക്കും. ബ്രേക്ക് പിടിച്ചതും ഫ്രണ്ട് ഇരുന്ന സ്കൂട്ടറിലെ ചേച്ചി തെറിച്ച് വന്ന് വിൻഷീൽഡ് വീഴും. വിൻഷീൽഡ് വഴി ക്രൈസി സ്റ്റാറിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് അറിയാമല്ലോ. കാണേണ്ടത് കണ്ടപ്പോൾ ക്രൈസി സ്റ്റാറിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫേസ് കണ്ടിട്ട്. അങ്ങനെ വോഡ്ക ഫ്രീ ആണെന്ന് അറിയാനായിട്ട് ക്രൈസി സ്റ്റാർ അവൾ പേക്കൂത്ത് നടത്തുന്ന സ്ഥലത്ത് എന്നിട്ട് ഒരു ചെറിയ ബൈനോക്കുലർ വഴി വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്നത് പിടിച്ച് മേടിച്ചിട്ട് കുറച്ച് പൂക്കി കളിക്കുമ്പോഴത്തേക്കും ക്രൈസി സ്റ്റാർ അതങ്ങ് പറയും, I love you.
സത്യമായിട്ട് ഈ മ്യൂസിക് ഞാൻ ഇട്ടതല്ല, ഇതെല്ലാം ക്രൈസി സ്റ്റാറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. പിന്നെ എന്താവാൻ, വീണ്ടും ഒരു ക്രൈസി പാട്ട്. കർട്ടൻ കൊണ്ട് പൊതിയുക, നിലത്ത് കിടത്തി വലിച്ചഴിക്കുക, ഗ്ലിറ്റർ വരി മുഖത്ത് നിൽക്കുക, കമത്തി കിടത്തിയിട്ട് ചിലങ്കയുടെ മുത്ത് പെടലി വഴി താഴോട്ട് ഒഴുക്കി വിടുക, അങ്ങനെ ഓരോരോ പുതിയ പ്രണയ രീതികൾ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ക്രൈസി സ്റ്റാറും റൊമാൻസും ഇത് കഴിയുമ്പോൾ വീണ്ടും ചുറ്റിയ പ്രയോഗം. അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങേരുടെ മുൻ ഭാര്യ കാമുകിയ ഏതാണ്ട് ഒരെണ്ണമാണ് ഈ വോഡ്ക രാധിക. അപ്പോൾ ഈ പ്രശ്നം കാരണം ഇങ്ങേരുടെ ഇപ്പോഴത്തെ ഭാര്യയായിട്ട് ഇങ്ങേർക്ക് മാനസികമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാനസികമായിട്ട് അടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം, ബാക്കി പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കും. അപ്പോൾ ക്രൈസി സ്റ്റാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ ഇപ്പോഴത്തെ ഭാര്യയോട് അങ്ങേരുടെ പാസ്റ്റ് പറയാൻ പറ്റുന്നില്ലെന്നാണ്. ഈ എങ്ങനെ പറയും, അമ്മാര് തറവഴിത്തരങ്ങളല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ, ആസ് യൂഷ്വൽ കുപ്പി പൊട്ടിക്കുക. അത് പക്ഷേ ഇത്തവണ കുറച്ച് വെറൈറ്റിയാണ്. അമ്മാര് മഴ പെയ്യുമ്പോൾ 3 കുപ്പികൾ ബൈക്കിൽ അടുക്കി വെച്ചിട്ട് അങ്ങ് പൊട്ടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇജാതി മഴ പെയ്യുന്നതിനിടയ്ക്ക് ഷെഡിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ടുവന്ന് നടുമുറ്റത്ത് വെച്ചിട്ട് കാശ് കൊടുത്ത് മേടിച്ച് 3 കുപ്പികൾ തുല്യ അകലത്തിൽ അടുക്കി വെച്ചിട്ട് ഓരോ ഉണ്ടയ്ക്കും കണക്കുള്ള സർവീസ് പിസ്റ്റൾ വെച്ചിട്ട് വെടി വെച്ച് പൊട്ടിച്ചിട്ടിരുന്ന് വെള്ളം അടിക്കുക. നിസ്സാര കഴുപ്പൊന്നുമല്ല. അപ്പോൾ ഇയാളുടെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാൻ വയ്യാതെ അവർ ഇയാളോട് സംസാരിക്കാൻ നോക്കും. പക്ഷേ ക്രൈസി സ്റ്റാർ ക്രൈസി ആയതുകൊണ്ട് അങ്ങേരെ അവിടെ നിന്നൊക്കെ ഡിസപ്പിയർ ആവും. ഐ മീൻ ലിറ്ററലി. അവസാനം ക്രൈസി സ്റ്റാറിനെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവളങ്ങ് പോകും. പക്ഷേ ക്രൈസി സ്റ്റാർ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്താ കാര്യം? സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കിടണ്ട. നമ്മൾ നാറി, ശരിക്കും നാറി. അവൾ വണ്ടി വിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ചേച്ചി വണ്ടി വിട്ട് പോയതിന് ശേഷം ക്രൈസി സ്റ്റാർ വീണ്ടും ഒറ്റയ്ക്കാവും മക്കളെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊട്ടിക്കുന്ന കുപ്പിയൊക്കെ താനെ കോരി എടുത്ത് ജീവിക്കുന്നു. അപ്പോൾ ഇത് ജോസഫ് റീമേക്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാര്യ മരിച്ചെന്ന് കോൾ വരും. അപ്പോൾ മരിച്ച ഭാര്യയുടെ അടക്കം അത് കഴിയുമ്പോൾ അവർ ആക്സിഡൻറ്റിലല്ല മരിച്ചത്, മർഡറിലാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ക്രൈസി സ്റ്റാർ അത് എഴുതി കാണിക്കും. പക്ഷേ ഇതെനിക്കൊരു മെറ്റഫറായിട്ടാണ് തോന്നുന്നത്. അതായത് ഇത്രയും നേരം നടന്നു വന്നും ക്രൈസി സ്റ്റാർ അറിയാതെ ആക്സിഡൻ്റലായിട്ട് നടന്നതല്ലെന്ന്, ഇത് കാണുന്നവനെ കൊല്ലാനായിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് അങ്ങേര് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? പക്ഷെ ഇതിനിടയ്ക്ക് ക്രൈസി സ്റ്റാർ വേറൊരു കാര്യം കൂടെ കാണിക്കും. ഈ സിനിമ മുഴുവൻ ഒരു സ്കാം ആയിരുന്നെന്ന് എഴുതി കാണിക്കും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പോൾ ഇൻട്രോളിന് ശേഷമാണ് ക്രൈസി സ്റ്റാർ അങ്ങേരുടെ പഴയ ഭാര്യയുടെ കഥ പറയുന്നത്. അതായത് ക്രൈസി സ്റ്റാറിൻ്റെ ഈ വോഡ്ക പ്രഗ്നൻ്റ് ആണ്. അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പെങ്കൊച്ചാണെന്ന് മനസ്സിലായി. അവർക്ക് പെങ്കൊച്ചിനെ വേണ്ട, അവർക്ക് ആങ്കൊച്ചാണെങ്കിൽ മതി. ഇതെങ്ങനെ ക്രൈസി സ്റ്റാറിനോട് അവതരിപ്പിക്കും എന്നുള്ള വ്യാകുലതയിലാണ് അവർ. പടം കാണുമ്പോൾ നമുക്ക് കൊണ്ട് ഈ സംശയം. കാരണം കൊച്ചു വേണ്ടാന്നൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുപ്പിച്ചെല്ലാം എടുത്ത് തലയിലടിച്ച് പൊട്ടിച്ചാലോ പറയാൻ പറ്റത്തില്ല. ക്രൈസി സ്റ്റാറിന് ഇഷ്ടമുള്ളത് 2 കാര്യങ്ങളാണ്. 1 കുപ്പി പൊട്ടിക്കൽ, 2 അങ്ങനെ ചേച്ചി അവസാനം രണ്ടാമത്തെ ഐഡിയ എന്നെ ചൂസ് ചെയ്യും. വോഡ്ക അങ്ങനെ ക്രൈസിയെ സെഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ വീണ്ടും ഒരു പാട്ട്. അതിൽ ക്രൈസി മാത്രമല്ല ചേച്ചിയും പൊട്ടിക്കും. ചേച്ചിയെ കടത്തിയിട്ട് നെഞ്ചത്ത് ഗ്ലാസ് കെട്ടിയിടുക, കമത്തി കടത്തിയിട്ട് മുതുകത്ത് ഗ്ലാസ് മറിച്ചിടുക. ചേച്ചി ആരാ മോള്, നീ മറിച്ചിടുമെങ്കിൽ ഞാനും മറിച്ചിടും എന്ന് പറഞ്ഞ് ചേച്ചിയും മറിച്ചിടും. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി റിയൽ സെലക്ഷൻ തുടങ്ങും. ക്രൈസി ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായിട്ട് അങ്ങേറെ ബെൽറ്റ് എടുത്ത് കഴുത്തിലിടാൻ നോക്കുമ്പോഴാണ് അതിൽ അങ്ങേറെ തോക്കില്ലെന്ന് മനസ്സിലാവുന്നത്. അപ്പം ചേച്ചി തോക്കുമായിട്ട് വന്നിട്ട് ചോദിക്കും, അപ്പൊ ക്രൈസി പറയും ഇത് ഫൺ ടൈം അല്ല. അപ്പൊ ചേച്ചി ചോദിക്കും, അപ്പോൾ ക്രൈസി കൊടുക്കാൻ പറയും കാര്യം പറയാൻ പെണ്ണുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ചേച്ചി കാര്യം പറയാനായിട്ട് ലെഫ്റ്റിലോട്ട് തിരിയും. ചേച്ചി ലെഫ്റ്റിലാണെന്ന് കരുതി ക്രൈസി ലെഫ്റ്റിലോട്ട് ചെല്ലും. അപ്പം ചേച്ചി റൈറ്റിലോട്ട് തിരിയും. ചേച്ചി റൈറ്റിലാണെന്ന് കരുതി ക്രൈസി റൈറ്റിലോട്ട് തിരിയും. അപ്പം അതാണ്ട് ചേച്ചി ലെഫ്റ്റിലോട്ട് പോകുന്നു. ഒടുവിൽ ചേച്ചി ആ കാര്യം പറയും. അപ്പോൾ ക്രൈസി പറയും, ഒന്നാമത്തെ തെറ്റ് എന്നോട് ചോദിക്കാതെ ഡോക്ടറെ കണ്ടത്, 2ാമത്തെ തെറ്റ് എന്നോട് ചോദിക്കാതെ സ്കാൻ ചെയ്തത്, 3ാമത്തെ തെറ്റ് അബോർഷൻ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇന്ന് പിടിച്ചോ. അപ്പോൾ വോഡ്ക ചേച്ചി കാരണം പറയും എന്തിനാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. അതായത് ക്രൈസി പോലീസ് ഉള്ള ഒരു ലോകത്ത് ഒരു പെങ്കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് പേടിയാണെന്ന്. ഐ മീൻ അങ്ങേര് പോലീസായിട്ടിരിക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഗുണ്ടകൾ വന്ന് പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയാലോ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ക്രൈസി എന്ത് പറയുന്നറിയോ, എൻ്റെ വോഡ്കയ്ക്ക് പേടിയാണെങ്കിൽ എനിക്ക് ആ ജോലിയെ വേണ്ടാന്ന്. അപ്പോൾ നമുക്കൊക്കെ റിസൈൻ ചെയ്യാനുള്ള ഫോർമാലിറ്റി എന്താണ്, സുപ്പീരിയേഴ്സിനെ കണ്ടിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ദിസ് ഈസ് എ ക്രൈസി വേൾഡ്. അങ്ങേര് നേരെ തൊപ്പിയും വടിയും തോക്കും കൂടെ എടുത്ത് നമ്മുടെ വോഡ്കയ്ക്ക് കൊടുത്തു. കഴിഞ്ഞു, റെസിഗ്നേഷൻ കംപ്ലീറ്റ്. അങ്ങനെ വീട്ടിലെ ഡ്രൈവറേയും വേലക്കാരിയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വോഡ്കയെ ഫുൾ ടൈം നോക്കുന്നതാക്കി ക്രൈസി സ്റ്റാറിൻ്റെ ഫുൾ ടൈം പണി. എന്നിട്ട് ഒരു ദിവസം കാർ ആക്സിഡൻറ്റിൽ ചേച്ചിയെ കൊലയ്ക്ക് കൊടുക്കും. അങ്ങനെ കാറിൽ തുടങ്ങിയ കഴപ്പ് കാറിൽ തന്നെ തീർന്നു. ഈ തേഞ്ഞ ഫ്ലാഷ് ബാക്കാണ് അങ്ങേരുടെ ഭാര്യയോട് പറയാൻ പറ്റാത്തത്. എന്ത് വേണം. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോഴാണ് ഇത് ജോസഫ് റീമേക്ക് ആണെന്നുള്ള കാര്യം ക്രൈസി സ്റ്റാറിന് തന്നെ ഓർമ്മ വരുന്നത്. അങ്ങനെ ജോസഫ് സിനിമയിൽ കാണുന്ന പോലെ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. ആ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് ചൂടായിട്ട് വരുന്നതിനിടയ്ക്ക് വീണ്ടും ഒരു കാമ വിളയാട്ടം. നെഞ്ചത്തൂടെ ബോൾ ഉരുട്ടി വിടുക, തുടവഴി തക്കാളി ഉരുട്ടി വിടുക, നെഞ്ചത്ത് ചീട്ടൊളിപ്പിച്ച് വയ്ക്കുക. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ വല്ല കിന്നര തുമ്പികളും റീമേക്ക് ചെയ്താൽ പോരെ. ജോസഫൊക്കെ എടുത്തുകൊണ്ട് പോയി ഇമ്മാരി അപരാധം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവസാനം ജോസഫിനകത്ത് കാണിക്കുന്ന ആൾ നമ്മുടെ ക്രൈസി സ്റ്റാർ ജീവിതം സാക്രിഫൈസ് ചെയ്യും, ആ സ്കാം എക്സ്പോസ് ചെയ്യും, ആ കേസ് വാദിക്കാനായിട്ട് കോടതിയിൽ അഭിനയ ചക്രവർത്തി വരും. ഇനി ഈ സിനിമയിൽ കുറേ ഇമ്പോർട്ടൻറ്റ് സീൻസ് ഉണ്ട്. അതൊക്കെ ഈ സിനിമയുടെ കഥയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകളാണ്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ വരാമേ. നീ ഈ നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ച് നശിപ്പിക്കും പട്ടി ചേറ്റ.